ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൊറോട്ട കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പൊറോട്ട എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന വരെ വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ചിക്കൻ മസാല, അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് ഈ മസാല ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 2 പൊറോട്ടയല്ലേ എടുത്തത്, അപ്പോൾ ഈ ഒരളവിൽ ചെയ്യുമ്പോൾ 2 മുട്ട മതി കേട്ടോ. അപ്പോൾ 2 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് അവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ മുട്ട വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഈ കോഴിമുട്ട നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. ചെറിയ തീയിൽ മൂടി വെച്ച് തുറന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊറോട്ടയില്ലേ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ടൊരു പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മീഡിയം സൈസിലുള്ള നാരങ്ങയുടെ പകുതി കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ പൊറോട്ട നല്ല ഹാർഡ്, നമ്മൾ തലേന്നത്തേക്ക് ആണെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുത്തിട്ട് തുറന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർത്തിളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മുട്ട പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്